അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അടക്കുമ്പോൾ കയറത്തും. പിന്നെ ഞങ്ങളിവിടെ കുറച്ചധികം സ്റ്റാഫ്സ് ഉണ്ട്. ഇതിൻ്റെ സേഫ് ഗാർഡിങ് ഇഷ്യൂസും അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്. പിന്നെന്താ സ്നോർക്കലിംഗ് കിറ്റ്സൊക്കെ അവർ അവിടെ നിന്ന് തന്നെ തരും. ഇപ്പോൾ 10 മീറ്റർ ഡെപ്തുള്ള വാട്ടറിൽ അങ്ങനെ എന്തോ നമ്മൾ ഇറങ്ങണേ. പിന്നെന്താ പിന്നെ ഇവർ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇവരുടെ കയ്യിൽ തന്നെ ഗോപ്രോ ക്യാമറാസ് ഉണ്ട്. അല്ലാതെ അവിടെ അക്യൂറേറ്റിൽ നിന്ന് വേറെ ക്യാമറാസ് എടുക്കും. അപ്പോൾ അതൊക്കെയുണ്ട്. ബാക്കി ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം. അണ്ടർ വാട്ടർ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെടുക്കുന്ന ഫുട്ടേജ് കിട്ടുമ്പോൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ഒരു കഫേയിൽ പോയി ഒരു ചായ കുടിച്ചു. അവിടുന്ന് സ്നോർക്കലിംഗ് കിറ്റ്സൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളിവിടുന്ന് സ്നോർക്കലിംഗ് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് എല്ലാ കിറ്റ്സും തന്നു. മറ്റേ മാസ്ക്, ഡ്രസ്സ്, മറ്റേ കാലിൽ നിന്ന് അടിക്കുന്ന സാധനം എല്ലാം തന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങും. ഈ സ്ഥലത്തിൻ്റെ പേര് ജെനി ക്ലിഫ് അങ്ങനെ എന്തോ ആണ്. നല്ല അടിപൊളി സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്ത് കാണുന്ന കടലുണ്ടല്ലോ, അവിടെയാണ് ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് ഡൈവിങ് ഡ്രസ്സ് ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ ഡൈവിങ് ചെയ്യാൻ പോവാണ്. എന്താവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് സ്റ്റാഫ്സൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഫസ്റ്റിൽ കുറച്ച് പേടിയായിരുന്നു, ഇപ്പോൾ സെറ്റായി. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. ബർഗറും ചിപ്സൊക്കെ ആകും. പിന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഞങ്ങൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇന്ന് അടിപൊളി സെറ്റ് ദിവസമായിരുന്നു. സ്നോർക്കലിങ്ങും എല്ലാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകണം. നല്ല രീതിക്ക് ടാനടിച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ പോയി. ഇത് കണവയില്ലേ, അതെന്തോ പൊരിച്ചതെന്തോ ആണ്. പിന്നെ ഒരു പാസ്ത കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോയി, ഒരു ലൈറ്റ് ഹൗസിൻ്റെ അടുത്തോട്ട്. പിന്നെന്താ, പിന്നെ അത്രേ ഉള്ളൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.